നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടൽക്ഷോഭം രൂക്ഷമായ വാടാനപ്പള്ളി ബീച്ചിൽ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. തെരുവുവിളക്കുകൾ കത്തുന്നില്ല. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരം ഇരുട്ടിലായി. പുറകിൽ നിന്ന് വന്ന വാഹനമിടിച്ച് മണലൂർ സ്വദേശിയായ വയോധികന് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. കടൽക്ഷോഭം രൂക്ഷമായ വാടാനപ്പള്ളി ബീച്ച് ഫസൽ നഗറിൽ തഹസിൽദാർ ടി.പി. കിഷോർ സന്ദർശനം നടത്തി. ഫസൽ നഗർ മുതൽ സൈനുദ്ദീൻ നഗർ വരെയുള്ള വെള്ളം കയറിയ വീടുകളിലെ താമസക്കാരുമായി സംസാരിച്ച് ഉദ്യോഗസ്ഥ സംഘം സ്ഥിതിഗതികൾ മനസ്സിലാക്കി. വില്ലേജ് ഓഫീസർ കെ.എസ്. ഷിജു, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി.എം. നിസാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ ബിനീഷ്, വാർഡ് മെമ്പർ നൌഫൽ വലിയകത്ത്, സരിത ഗണേഷ് എന്നിവരും പങ്കെടുത്തു. മേഖലയിൽ കാലങ്ങളായി നേരിടുന്ന കനത്ത കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരമാർഗം കണ്ടെത്തണമെന്നും ഇറിഗേഷൻ വകുപ്പ് മേഖലയിലെ 450 മീറ്റർ ദൂരം കടൽഭിത്തി നിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് നൽകിയ 6.5 കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പിലാക്കണമെന്നും പഞ്ചായത്ത് അംഗം നൌഫൽ വലിയകത്ത് ആവശ്യപ്പെട്ടു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരം ഇരുട്ടിൽ മുങ്ങി. കാഞ്ഞാണി അന്തിക്കാട് പൊതുമരാമത്ത് റോഡിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരത്തെ തെരുവ് വിളക്കുകൾ നാളുകളായി കത്തുന്നില്ല. വഴിവിളക്കുകൾ കത്താത്തതിനാൽ അന്തിക്കാട് പഞ്ചായത്ത് റോഡിൽ നിന്നും മറ്റും പ്രധാന റോഡിലേക്ക് കടക്കുന്ന സൈക്കിൾ യാത്രക്കാരുൾപ്പെടെ അപകടത്തിൽ പെടുന്നുണ്ട്. മണലൂർ പഞ്ചായത്തിന് ഓഫീസിന് മുൻവശത്തുണ്ടായ വാഹന അപകടത്തിൽ വയോധികന് പരിക്കേറ്റു. പുറകിൽ നിന്ന് വാഹനമിടിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരനായ മണലൂർ കുന്നത്തുള്ളി ബാലകൃഷ്ണനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-നാണ് അപകടമുണ്ടായത്. പരിക്കേറ്റയാൾക്ക് കാഞ്ഞാണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. പരിക്ക് ഗുരുതരമല്ല. കാലവർഷത്തിൽ തകർന്ന എടമുട്ടം ബീച്ച് റോഡ് CPM എടമുട്ടം ലോക്കൽ കമ്മിറ്റിയുടെയും DYFI എടമുട്ടം മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിനായി ശ്രമദാന പ്രവർത്തനം നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ജിനേന്ദ്ര ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TS മധു, PS ഷജിത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, PB കണ്ണൻ, VP സാൽ, KK സുധീർ, രാഹുൽ, KC സുജിത് എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ അനുമോദന ചടങ്ങ് എൻകോമിയം 2024 നടന്നു. വിദ്യാഭാരതി ദക്ഷിണ ക്ഷേത്രീയ സെക്രട്ടറി NCT രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചരിത്രകാരനും സ്കൂൾ മാനേജറുമായ വേലായുധൻ പണിക്കശ്ശേരി അധ്യക്ഷനായി. 10ാം ക്ലാസ് പരീക്ഷയിൽ സ്കൂളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ KH അഞ്ജിത പണിക്കരെയും 90% മുകളിൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. സംസ്കൃതത്തിൽ മുഴുവൻ മാർക്ക് നേടിയ 8 വിദ്യാർത്ഥികളുടെയും അധ്യാപിക NR സ്മിതയെയും ചടങ്ങിൽ അനുമോദിച്ചു. സരസ്വതി വിദ്യാനികേതന്റെ മാഗസിൻ നവദ്യുത് 2023-24 പ്രകാശന കർമ്മം ബാബുരാജൻ കാക്കനാട്ട് നിർവഹിച്ചു. വിദ്യാലയത്തിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയുണ്ടായി. സ്കൂൾ പ്രിൻസിപ്പൽ C ബിന്ദു, അക്കാദമിക് ഡയറക്ടർ TR വിജയം, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, സ്കൂൾ വെൽഫെയർ കൗൺസിൽ പ്രസിഡന്റ് KV ഷിനോദ്, സ്കൂൾ മാതൃഭാരതി പ്രസിഡന്റ് VS ആനു, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിന്ധിയ ബോസ് എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ TS പാർവതി, ഡോക്ടർ VJ അനഘ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ആ സങ്കല്പമുള്ളതുകൊണ്ടാണ് ഇവിടുന്ന് പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഡോക്ടർ അനഘയും പാർവതിയൊക്കെ ഇന്ന് ഈ വേദിയിലിരിക്കുന്നു. ഏതാണ്ട് ഒരു 6-7 വർഷം മുമ്പ് പഠിച്ചു പോയതായിരിക്കും എനിക്ക് തോന്നുന്നു. എന്തായാലും 5 വർഷത്തെ വൈകുണ്ടാവും. അവർ പഠിച്ചു, അവർ പോയി, പിന്നെ ഉന്നത പഠനം നടത്തി, പിന്നെ അവരെ വിളിക്കേണ്ട ആവശ്യമില്ല. അവരെ വിളിച്ചത് നമ്മുടെ കുടുംബം എന്നുള്ള സങ്കല്പം പാടില്ല. നാട്ടിക NES കോളേജിൽ വായന വാരാചരണം സമാപിച്ചു. സമാപന സമ്മേളനം ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. 4ാം ക്ലാസ്സിൽ വെച്ച് നിർത്തേണ്ടി വന്നു, സാഹചര്യം അതായിപ്പോയിരുന്നു.
നിങ്ങളെപ്പോലെ എനിക്കും പഠിക്കണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സാഹചര്യം പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്യുകയും ഞാൻ ഒരു വീട് തൊഴിലാളിയായിരുന്നു. ഇപ്പോഴല്ല, ഇപ്പോൾ വീട് തൊഴിലാളിയൊന്നുമില്ല, പറക്കൊന്നുമില്ല. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ബീഡി കമ്പനിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ജ്യേഷ്ഠനോടൊപ്പം സഹിച്ചുകൊടുത്തിട്ട് ബീഡി കമ്പനിയിലെ ഒരു ബീഡി തൊഴിലാളിക്ക് പകരം വായനാ തൊഴിലാളിയായിട്ട് ഞാൻ മാറുകയാണ്. കാരണം പത്രങ്ങൾ, ഒരുപാട് പത്രങ്ങൾ വന്ന് ഞങ്ങളുടെ കമ്പനി ബീഡി കമ്പനികളൊക്കെ വരാറുണ്ട്. വായനയാണ് ഏറ്റവും പ്രധാനം. ലൈബ്രറികളിൽ നിന്നും മറ്റൊരു കാര്യം പ്രസിദ്ധീകരണമൊക്കെ വരുമ്പോൾ അതെടുത്ത് വായിച്ച് മറ്റുള്ളവർക്ക് ഉച്ചത്തിൽ വായിച്ചു കൊടുക്കുക, ആ തൊഴിൽ എന്നിൽ വന്നു. ഞാൻ അത് ഏറ്റെടുക്കുകയും അന്ന് തുടങ്ങിയ ആ വായന എന്നെ ഒരുപാട് സാഹിത്യ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ തന്നു. കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ അധ്യക്ഷയായി. NES പ്രസിഡന്റ് ശിവൻ കണ്ണോളി വിദ്യാർത്ഥികളോട് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഉദ്ഘാടകൻ ബാപ്പു വലപ്പാട് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. ലൈബ്രറിയൻ KR രമ്യ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വായനവാരത്തോട് അനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് പ്രസിഡന്റ് ശിവൻ കണ്ണോളിയും ബാപ്പു വലപ്പാടും ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. അധ്യാപകരായ MV ലതിമോൾ, V ശശിധരൻ, NR സ്മിത, കണ്ണൻ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചെറിയ തോതിൽ വിദ്യാഭ്യാസം നടത്തി എഴുത്തും വായനയും അദ്ദേഹത്തിൻ്റെ കൈമുതലാക്കി അദ്ദേഹം വളർന്നു വന്ന ആ മേഖലയാണ് വിശേഷിപ്പിച്ചത്. അതൊക്കെ മറ്റു നമ്മളെപ്പോലത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ആ പാത ഒരു നല്ല വഴികാട്ടിയാവും. ഇടവേള. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി.
കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. SSLC, +2, VHSC ഉന്നത വിജയികളെ അനുമോദിക്കുന്നതിനായി ചേർന്ന യോഗം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭരണപക്ഷത്തുള്ള നമ്മുടെ കക്ഷികൾ പറയുന്നു അതിനുള്ള എല്ലാവിധ സാഹചര്യവും ഈ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വ്യത്യസ്തമായ ചില ചർച്ചകളാണ് നിയമസഭയിലകത്ത് ഉണ്ടായിരുന്നത്. 2 ദിവസം ഈ 2 മണിക്കൂറായിരുന്നു ആദ്യത്തെ ചോദ്യോത്തരവേളയുമായി ബന്ധ കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ വിദ്യാഭ്യാസമായിട്ടായിരുന്നു. അപ്പം നമ്മളോട് വിദ്യാഭ്യാസത്തിനോട് താല്പര്യം കുറവുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നത് അത് ശരിയായില്ല, ഇത് ശരിയായില്ല, കുട്ടികൾക്ക് സീറ്റില്ല എന്നൊക്കെ പറയുന്നതിൽ പോലും സർക്കാർ 8 വർഷഫലമായി നടപ്പാക്കിയ വികസനത്തെക്കുറിച്ച് നമ്മുടെ ചുമതലയുള്ള മന്ത്രിമാർ സംസാരിക്കുകയും അതിനെ ഗുണകരമായ രീതിയിൽ നമ്മുടെയും ചില ഇടപെടലുകൾ ഇതിനകത്തുണ്ടായിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഉയർന്നു വന്ന ഏറ്റവും പ്രധാന ഒരു വിഷയം മണപ്പുറത്ത് നമ്മുടെ കുട്ടികൾക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നാണ് വിഷയം. അത് മൊത്തം മലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മായ കോളേജ് പ്രിൻസിപ്പൽ CA ആവാസ്, ഏഷ്യൻ കരാത്തെ ഫെഡറേഷൻ റഫറി മധു വിശ്വനാഥ് എന്നിവർ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗം EP അജയഘോഷ്, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഗോവിന്ദൻ മാസ്റ്റർ, വികസന സമിതി ചെയർമാൻ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട്, SMC ചെയർപേഴ്സൺ PK രമ്യ, MPTA പ്രസിഡന്റ് സോഫിയ സുബൈർ, പ്രിൻസിപ്പൽമാരായ PR ഷിബു, PS സിനി, പ്രധാനാധ്യാപിക TG ഷീജ എന്നിവർ സംസാരിച്ചു. വായനവാരാചരണത്തിന്റെ ഭാഗമായി നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ വായിച്ചു തീർത്ത പുസ്തകങ്ങളാണ് നൽകിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അധ്യാപകരായ KR രഘുനാഥ് എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റിലെ വിദ്യാർത്ഥികൾ നാട്യ ഗ്രാമപഞ്ചായത്തിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കുട്ടികളിൽ വായനാശീലമൊക്കെ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത്. ഫേസ്ബുക്ക്, വാട്സപ്പ് മാത്രം ആയി ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിൽ നിന്നും മാറി വിദ്യാർത്ഥികളും മുതിർന്നവരും പുസ്തകങ്ങൾ വായിച്ച് അവർക്ക് ഒരുപാട് അറിവ് കിട്ടുന്ന രീതിയിലേക്ക് മാറണമെന്നാണ് ഈ ഒരു പരിപാടിയോട് അനുബന്ധിച്ച് പറയാനുള്ളത്.
അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി +2 എല്ലാ വിഷയത്തിലും A+ നേടിയ അശ്വനി സുനിൽകുമാർ നറുക്കെടുപ്പിന്റെയും ഉദ്ഘാടനവും വിജയികൾക്ക് സമ്മാന വിതരണവും നിർവഹിച്ചു. മാസങ്ങളായി നടത്തിവരുന്ന ഈ തെരഞ്ഞെടുപ്പ് ടാലന്റായ പിള്ളേരെ തെരഞ്ഞെടുത്ത് ഗസ്റ്റായി വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ എന്നെ ഇപ്രാവശ്യം വിളിച്ചു, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ പരിപാടി ഇനിയും നല്ല രീതിയിൽ പോകട്ടെ. ഈ പരിപാടി നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിക്കുന്നു. സജീവൻ അന്തിക്കാട്, സജീവൻ താനാപാടം, സിന്ധു M, കണ്ണൻ കൊച്ചത്ത്, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. വാളമുക്ക് സ്വദേശി രാജേഷ് നെടുന്തേടത്ത്, അന്തിക്കാട് സ്വദേശി കേശവൻ പള്ളിപ്പാട്ട്, പുത്തൻപീടിക സ്വദേശികളായ അനൂപ് പട്ടുകുളം, സ്വാതി വാലത്ത് എന്നിവരാണ് ജൂൺ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വയോ സൗഹൃദ സംഗമം നടക്കും. സാമൂഹ്യ ശൃംഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കിയാണ് വയോ സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനാകും. കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംഘടനകളും അവരുടെ വയോസേവന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കും. ജനകീയ വിദ്യാഭ്യാസ പരിപാടി, സേവന ശാക്തീകരണം, പ്രീപെയിൻ ആൻഡ് പാലിയേറ്റീവ് പരിചരണ പരിശീലനം, ഡിമെൻഷൻ മാനസിക ആരോഗ്യ പരിപാലനം, ജാഗ്രതാ സമിതികളെ വിജിലൻസ് കമ്മിറ്റികളാക്കി ശക്തിപ്പെടുത്തൽ, അങ്കണവാടികളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി ശിശു യുവ വയോജന സൗഹൃദം ഉറപ്പാക്കൽ, വയോജന ക്ലബ്ബുകൾ, വയോജന ഉത്സവങ്ങൾ എന്നിങ്ങനെയുള്ള നിരന്തരമായ ഇടപെടലിലൂടെ വയോസൗഹൃദ സേവനത്തിന് സാമൂഹ്യ ശൃംഖലയുടെ ശാക്തീകരണം എന്നതാണ് അരിമ്പൂർ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. 200 റിസോഴ്സ് പേഴ്സൺ വയോജന മനുഷ്യ വിഭവശേഷി ഉപയോഗപ്പെടുത്തൽ, നിലവിലുള്ള അങ്കണവാടി, കുടുംബശ്രീ, ആശാപ്രവർത്തകരുടെ ഇടപെടൽ, പുത്തൻ കാഴ്ചപ്പാടുകളോടുകൂടി പ്രവർത്തിക്കുന്ന 250-ലേറെ വയോജന ക്ലബ്ബുകൾ എന്നിവയിലൂടെയാണ് വയോസൗഹൃദത്തിനായി പുതുവഴികൾ തേടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംഗമത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് എളമൻ, സംസ്ഥാന വയോ കൗൺസിലർ കൺവീനർ അമരവിള രാമകൃഷ്ണൻ, ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ KS ഷാജി, ഡോക്ടർ K. വിജയകുമാർ, V. മനോജ് കുമാർ എന്നിവർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, VK ഉണ്ണികൃഷ്ണൻ, ഹരിദാസ് ബാബു, ശോഭ ഷാജി എന്നിവർ പങ്കെടുത്തു. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയും അഗർവാൾ ഐ ഹോസ്പിറ്റലും സംയുക്തമായി വാദ്യകലാകാരന്മാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഐക്കാർഡ് പദ്ധതി സംഘടിപ്പിച്ചു. സംസ്ഥാനതല വിതരണോദ്ഘാടനം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ നിർവഹിച്ചു. പുല്ലുപള്ളി വാസു വാര്യർ കാർഡ് ഏറ്റുവാങ്ങി. അക്കാദമിക സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. അഗർവാൾ ഐ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച മച്ചാട് ഹരിയെ കിഴക്കൂട്ട് അനിയന്മാരാർ പൊന്നാട നൽകി ആദരിച്ചു. ചേരാനെല്ലൂർ ശങ്കരൻ കുട്ടന്മാരാർ, ചെറുതാഴം ചന്ദ്രൻ, കീഴൂട്ട് നന്ദനൻ, പനങ്ങാട്ടിരി മോഹനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കടമേരി ഉണ്ണികൃഷ്ണ മാരാർ, ജോയിന്റ് സെക്രട്ടറി ചേന്ദമംഗലം രഘുമാരാർ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ വലപ്പാട് ചന്തപ്പടി ഓപ്പൺ സ്റ്റേജ് പരിസരത്ത് ഞാറ്റുവേല ചന്ത നടക്കും. ചന്തയിൽ പഞ്ചായത്തിലെ കർഷകർക്ക് വിവിധതരം വിത്തുകളും നടീൽ വസ്തുക്കളും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും പഴം, പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാനും വിൽക്കാനും അവസരം ഒരുക്കിയിട്ടുണ്ട്. സെമിനാറുകൾ, കാർഷികേതര സ്റ്റാളുകൾ, കൃഷിശ്രീ സെന്റർ, കുടുംബശ്രീ ഇക്കോ ഷോപ്പ്, കർഷക സംരംഭകർ, കാർഷിക ക്ലിനിക് എന്നിവരുടെ വിപണന സ്റ്റാളുകൾ, കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച രാവിലെ CC മുകുന്ദൻ MLA ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. കടൽക്ഷോഭം രൂക്ഷമായ വാടാനപ്പള്ളി ബീച്ചിൽ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. തെരുവുവിളക്കുകൾ കത്തുന്നില്ല. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരം ഇരുട്ടിലായി. പുറകിൽ നിന്ന് വന്ന വാഹനമിടിച്ച് മണലൂർ സ്വദേശിയായ വയോധികന് പരിക്കേറ്റു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.